എൻ്റെ പേര് ഓമന. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഇളമണ്ണൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എൻ്റെ ചേച്ചിയാണ് എനിക്ക് വേണ്ടി ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 2020 മാർച്ച് 3-ാം തീയതി. ആ സമയത്ത് ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു, ഗൾഫിലായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എൻ്റെ വീടിൻ്റെ ജപ്തിയും ആത്മഹത്യയുടെ എല്ലാ നിന്നും ഞാൻ രക്ഷ നേടാൻ വേണ്ടി പോയതാണ്. അവിടെ ഞാൻ തലയ്ക്ക് മുകളിൽ എടുക്കാൻ പറ്റാത്ത കടമായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും 1.5 ലക്ഷം രൂപ വീണ്ടും കടപ്പെടുത്തി ഞാൻ ഫ്രീ വിസ എടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഫാമിലിയായിട്ട് ഗൾഫിലുണ്ട്. അവരെന്നെ പാർട്ട് ടൈം കുക്കിങ്ങിനായിട്ട് എന്നെ കൊണ്ടുപോയി. ഞാൻ ആദ്യം ചെന്ന സമയത്തൊക്കെ എനിക്ക് 1 വർഷക്കാലം ഇച്ചിരി ജോലിയൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കലെ കൊറോണ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ നിന്ന് അതിനുശേഷം ചേച്ചി എനിക്ക് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രൂഫുകളൊക്കെ എനിക്ക് അയച്ചു തന്നു. അന്ന് മുതൽ ഞാൻ ആ മാതാവിനെ വിശ്വസിച്ച് രാവിലെയും വൈകിട്ടും നീലയും പച്ചയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു വീട്ടിലല്ല 2 വീട്ടിലല്ല എൻ്റെ മാതാവ് അതിനുശേഷം എനിക്ക് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ എനിക്ക് 11-12 വീട് വരെ ഞാൻ പാർട്ട് ടൈമിനായിട്ട് ജോലി ചെയ്തു. ഒരു മണിക്കൂറിന് നമ്മുടെ നാട്ടിലെ 7,000 രൂപ 8,000 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 11-12 വീടുകളിൽ വരെ ഞാൻ ജോലി ചെയ്തു. വെളുപ്പിനെ 5:30 എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥന എനിക്ക് ചൊല്ലണം. അതിന് 5:45-6 മണിക്ക് ചെല്ലേണ്ട വീട്ടിൽ ഞാൻ 5 മണിക്ക് വെളുപ്പിനെ 5 മണിക്ക് ഞാൻ ചെന്ന് കയറും. അവിടെയൊക്കെ നമ്മുടെ മലയാളികളുടെ വീട്ടിലാണ് ഞാൻ ജോലി ചെയ്തത് മൊത്തം. എനിക്ക് വീടിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. അവർ പോലും അറിയില്ല ഞാൻ രാവിലെ അവിടെ ചെല്ലുന്നത്. ഞാൻ വെളുപ്പിനെ 5 മണിക്ക് അവിടെ ചെല്ലും. 5 മണിക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഞാൻ 4:15 വേണം ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് പോകാൻ. ഒറ്റപ്പെട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മാതാവിനെ കൂട്ടിന് വിളിച്ചുകൊണ്ട് ഞാൻ പോകും. മാതാവിൻ്റെ ധൈര്യത്തിൽ മാതാവിൻ്റെ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് ഞാൻ നടന്നു പോകും ഒറ്റയ്ക്ക്. 5 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. പെട്ടെന്ന് ഇടപിടിയെന്ന് ജോലി ചെയ്യും. എന്നിട്ട് 5:30 കറക്റ്റ് 5:30 ഞാൻ നീല മെഴുകുതിരി കത്തിച്ചിട്ട് അമ്മയുടെ ഫോട്ടോയും എടുത്ത് അവിടെ വെച്ചിട്ട് ആ കിച്ചണിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. 10 മിനിറ്റ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മാത്രം ഞാൻ ചൊല്ലും. അങ്ങനെ ഞാൻ 1 വർഷക്കാലം ഞാൻ അവിടെ നിന്നു. അമ്മയുടെ ഉടമ്പടി എൻ്റെ ചേച്ചി ഇവിടെ എടുത്തതിന് ശേഷം എനിക്ക് പിന്നെ പുറമോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല.